കണ്ണൂർ കണ്ണോത്തുംചാലിൽ യാത്രക്കാരിക്ക് ഡ്രൈവറുടെ മർദ്ദനം. ബസ് സ്റ്റോപ്പിൽ നിർത്താത്തത് ചോദ്യം ചെയ്ത കൂത്തുപറമ്പ് സ്വദേശിനി പ്രസീതയ്ക്കാണ് മർദ്ദനമേറ്റത്. മുഖത്തും കയ്യിലും അടിച്ചെന്നാണ് പരാതി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇവർ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. സ്ഥിരമായി ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു. കൂത്തുപറമ്പിൽ നിന്ന് കണ്ണോത്തുംചാലിലേക്ക് ജോലിക്കായി ഇതേ ബസ്സിലാണ് സഞ്ചരിക്കാറുണ്ടായിരുന്നത്. ഇന്നലെ കണ്ണോത്തുംചാലിൽ ഇറങ്ങുന്നതിന് വേണ്ടി കുറച്ച് മുന്നേ ഇവർ ബസ്സിൽ എഴുന്നേറ്റ് നിൽക്കുകയും കണ്ണോത്തുംചാലിൽ ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ബസ് സ്റ്റോപ്പ് അവിടെ ബസ്സിന് സ്റ്റോപ്പില്ലെന്ന് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് ബസ് നിർത്തുകയായിരുന്നു. അവിടെ ഈ യാത്രക്കാർ ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ബസ്സിന്റെ ഓട്ടോമാറ്റിക് ഡോറ് ഡ്രൈവർ അടച്ചു. പിന്നീട് വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് ബസ് എടുത്തതിന് ശേഷം ഇവർ വീണ്ടും ആ ഡോറ് തുറക്കുകയും ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഈ കാര്യം ആവർത്തിക്കുകയായിരുന്നു. ഡോറ് വീണ്ടും അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് യുവതി ഇത് ചോദ്യം ചെയ്തു. ഇത് ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ ഇവരോട് മോശമായി പെരുമാറാൻ തുടങ്ങി. ഇതോടുകൂടി ഡ്രൈവറുടെ അടുത്തേക്ക് എത്തി അങ്ങനെ അസഭ്യം പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് ഡ്രൈവർ ഇവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പിടിച്ചു വലിക്കുകയും പിന്നീട് ഇവരെ ആ ബാഗ് വലിച്ചതിന് ശേഷം മുഖത്തും കയ്യിലും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. കണ്ണൂർ ടൗൺ പോലീസിലാണ് പരാതി നൽകിയത്. പോലീസ് ഇന്നലെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.